ഹലോ, അപ്പം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ഇതപ്പം നിൽക്കുന്നത് പുരച്ചി തലൈവർ ഡോക്ടർ എം ജി രാമചന്ദ്രൻ ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലാണ്. അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളമുള്ള പേരുള്ള റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഇത്. നമ്മൾ MGR ചെന്നൈ സെൻട്രൽ എന്ന് വിളിക്കുന്ന ആ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്ന ട്രെയിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ട്രെയിൻ ഇവിടുന്ന് ഒരു റൂട്ടിൽ മാത്രമേ ഓടുന്നുള്ളൂ. അതാണ് ചെന്നൈ സെൻട്രലിൽ നിന്ന് KSR ബംഗളൂരുവിലോട്ട് പോകുന്ന ഡബിൾ ഡെക്കർ ട്രെയിന്, അതായത് AC ഡബിൾ ഡെക്കർ ട്രെയിന്. നമ്മൾ ഡബിൾ ഡെക്കർ ബസ്സുകൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ട്രെയിൻ അങ്ങനെ കണ്ടിട്ടുണ്ടോ? പലരും കണ്ടിട്ടുണ്ടാകാൻ വഴിയില്ലല്ലേ. എന്നാൽ നമ്മൾ ആ ഒരു ട്രെയിനാണ് ഇന്ന് പോകുന്നത്. ഇപ്പോൾ ഇവിടുന്ന് 7:25 അതിപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഇതാ സമയം 6:30 ആയിട്ടേ ഉള്ളൂ. ഇവിടുന്ന് രണ്ടാമത്തെ പ്ലാറ്റ്ഫോം ആണ് എന്നാണ് നോക്കിയപ്പോൾ കണ്ടത്. എന്തായാലും നമുക്ക് അകത്തോട്ട് പോയിട്ട് ആ ട്രെയിനിൻ്റെ കാഴ്ചകൾ അതെങ്ങനെയാണ്, ഒരു ക്യൂരിയോസിറ്റി ഇല്ലേ, അതെങ്ങനെയായിരിക്കും ഒരു ട്രെയിൻ ഡബിൾ ഡെക്കറിൽ എങ്ങനെയാണ് ഓടുക എന്നൊക്കെ നമുക്കതൊക്കെ ഒന്ന് പോയിട്ട് കാണാം. അതിൻ്റെ ഇൻറ്റീരിയർ എങ്ങനെയാണ് അതിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ് വരുന്നത്, ഡബിൾ ഡെക്കർ ആകുമ്പോൾ എങ്ങനെയായിരിക്കും ഒക്കെ നമുക്ക് അകത്തോട്ട് പോയിട്ട് കാണാം. ഇനി നമുക്ക് നേരെ അകത്തോട്ട് പോവാം. അതാ ഞാൻ ഈ ഒരു സ്റ്റേഷൻ്റെ നേരെ താഴെയാണുള്ളത്. നിങ്ങൾക്ക് അവിടെ എഴുതിയത് കാണാൻ പറ്റും, പുരച്ചി തലൈവർ ഡോക്ടർ MG രാമചന്ദ്രൻ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ അകത്തോട്ട് പോവാം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് ചെന്നൈ സെൻട്രൽ. രാവിലെ തന്നെ നല്ല തിരക്കാണ് ഇവിടെ. ഇഷ്ടംപോലെ നോർത്ത് ഇന്ത്യൻസൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് ഇതുവഴി നേരെ അകത്തോട്ട് കയറാം. ഒരു വലിയ റെയിൽവേ സ്റ്റേഷനാണ്. പിന്നെ ഇതൊരു ഡെഡ് എൻഡ് സ്റ്റേഷനാണ്. ഇതാണ് ലാസ്റ്റ്. ഈ ഒരു ട്രാക്ക് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനസ് ഇല്ലേ, മുംബൈ, ആ ഒരു സ്റ്റേഷൻ പോലെ തന്നെയാണ് ഇതും. ഇവിടുത്തെ തിരക്ക് കണ്ടോ? എന്തോ ഒരു സമ്മേളനത്തിനൊക്കെ ആൾക്കാർ നിൽക്കുന്ന പോലെ അത്രയും തിരക്കുള്ള ഒരു സ്റ്റേഷനാണ്. ഇവിടെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മളെ ട്രെയിൻ കിടക്കുന്നത്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. 2 എന്ന് പറയുമ്പം ആ ഒരു ഭാഗത്താണ് വരിക. തിരക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മളെല്ലാ സാധനവും അടിച്ചുകൊണ്ട് പോകും. ഒരു വലിയ സമ്മേളനത്തിന് വന്ന ആൾക്കാരെ പോലെ ഇല്ലേ മൊത്തം. ഇവിടെ എപ്പോഴും ഇങ്ങനെയാണ്. അതാ ഞാൻ പറഞ്ഞത്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനുകളിലൊന്നാണ് ചെന്നൈ സെൻട്രൽ. ഈ ഒരു ലോക്കോമോട്ടീവ് ഉണ്ട്, ഇത് WDS 6 ആണ്. അതായത് പണ്ടത്തെ ഡീസൽ ലോക്കോമോട്ടീവാണ്. ഇതൊക്കെ ഇപ്പോൾ ഷണ്ടിങ്ങിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതായത് വണ്ടി ഓടാൻ വേണ്ടി ഒന്നും ഇത് യൂസ് ചെയ്യുന്നത്. ഷണ്ടിങ് എന്ന് വെച്ചാൽ ഒരു സ്റ്റേഷനിൽ ട്രെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, ട്രാക്കിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രെയിൻ വരുന്നത്. അതിൻ്റെ ഏറ്റവും ബാക്കാണിത്. ഇതിപ്പോൾ ഷണ്ട് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. കണ്ടോ? AC ഡബിൾ ഡെക്കർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് MGR ചെന്നൈ സെൻട്രൽ KSR ബംഗളൂരു. ഇതാണ് നമ്മുടെ കോച്ച് വരുന്നത്. ഇത് തുറന്നിട്ടുണ്ടോയെന്ന് അറിയില്ല. എൻ്റെ C1 ആണ്. കണ്ടോ? ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് വരുന്നത്, മുകളിലും താഴെയായിട്ട്. കണ്ടോ? അപ്പം എൻ്റെ സീറ്റ് വരുന്നത് മുകളിലാണ്. ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് നേരിട്ട് ഇങ്ങനൊരു ട്രെയിൻ ഡബിൾ ഡെക്കറായിട്ട് കാണുന്നതും കയറാൻ പോകുന്നതും. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ മുന്നേ ഇങ്ങനെ ഡബിൾ ഡെക്കർ ട്രെയിനിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്നാലും നമുക്കൊന്ന് അകത്തോട്ട് പോവാം. ഇത് സ്ലൈഡ് ചെയ്യുന്നതാണ്. കയറി വരുന്ന ഭാഗത്ത് തന്നെ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാം. അതിനൊക്കെയുള്ള സൗകര്യമാണ്. പിന്നെ പ്ലഗ് പോയിൻറ്റ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മളങ്ങനെ അധികം കാണാറില്ലല്ലോ. അത് നമുക്ക് മുകളിലോട്ടൊന്ന് കയറി നോക്കാം. ഇല്ല, തല തട്ടൊന്നുമില്ല. ഗ്രീൻ കളറാണ് ഇതിൻ്റെ സീറ്റിംഗ് വരുന്നത്. 3:2. പിന്നെ ഇവിടെ നമുക്ക് ബാഗൊക്കെ വെക്കാൻ ഇവിടെ 2, 1, 3 ഇപ്പുറവും വരുന്നുണ്ട്. അങ്ങനെ പക്ഷെ ഇത് കിട്ടിയിട്ടില്ല, ഇത് നോർമലാണ്. ഇനി നമുക്ക് താഴോട്ടൊന്ന് ഇറങ്ങാം. ഉണ്ടോ താഴെ ഇങ്ങനെയാണ്, മേലത്തെ പോലെ തന്നെ
3x2 സെറ്റപ്പ്. ഇവിടെ ചിലപ്പോൾ ഇല്ല, കയറുമ്പം തല തട്ടുന്നില്ല. അവർ കറക്റ്റ് അത് ക്ലിയർ ചെയ്തിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ വരുന്നത്. അപ്പോൾ സംഭവം അടിപൊളിയല്ലേ? നമുക്കിവിടെ ഇരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഇതാണ്ടോ, അതുപോലെ ഇവിടെ പ്ലഗ് പോയിൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊന്നും അറിയില്ല. കണ്ടോ, ഇതിൽ നമുക്ക് ഡീറ്റെയിൽ ഒക്കെ കിട്ടുമായിരിക്കും. അതിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയില്ല, കാരണം ഇതൊക്കെ നല്ല പഴക്കമുണ്ട്. നമ്മുടെ കോച്ച് ഏത് വർഷത്തെയാന്ന് നോക്കിയിട്ടില്ലല്ലോ, ഞാനൊന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാം. ഈ ഒരു കോച്ച് 2012 മേഡാണ്. അതാണ് ആ ഒരു നമ്പേഴ്സിൻ്റെ, നമ്മുടെ കോച്ചിൻ്റെ മേലെയുള്ള നമ്പേഴ്സിൻ്റെ ആദ്യത്തെ 2 അക്കമാണ് അതിൻ്റെ ഇയർ വരുന്നത്. പിന്നെ ഇത് സദേൺ റെയിൽവേയുടെ കീഴിൽ തന്നെ വരുന്ന ട്രെയിനാണ്. ഉണ്ടോ, ഇവിടെ തമിഴിൽ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മൊത്തം എത്ര എണ്ണം ഉണ്ട് നോക്കാം. നമുക്കൊന്ന് ഫ്രണ്ടിലോട്ട് നടന്നിട്ട് ഇതിൻ്റെ ലോക്കോമോട്ടീവ് ഒന്ന് കണ്ടിട്ട് വരാം. എന്നിട്ട് C1 തന്നെയാണ് എൻ്റെയും കോച്ച് വരുന്നത്. ഇതൊക്കെ കുറച്ച് പഴയതാവും നല്ലത്. വർഷം നോക്കുമ്പോൾ 2013 പക്ഷേ കാണുമ്പം പഴയതുപോലെയാണ്. പക്ഷേ റെയിൽവേ പിന്നെ ഈ തരത്തിലുള്ള കോച്ചുകൾ ഉണ്ടാക്കുകയോ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്തിട്ടില്ല. കാരണം ഇത് നഷ്ടമായിരിക്കുന്നത് കൊണ്ടായിരിക്കണം. എന്തായാലും എന്താണെന്നറിയില്ല, കൂടുതൽ ഈ ഒരു ട്രെയിന് പിന്നീട് വന്നിട്ടില്ല. പാകക്കൂടെ നമ്മുടെ അടുത്തെന്ന് പറയാൻ ഈ ഒരു റൂട്ടിലേ ഉള്ളൂ. ഇതൊക്കെ ചിലപ്പം റെയിൽവേ നിർത്താനാണ് സാധ്യത. നിങ്ങൾക്കൊരു രസത്തിന്, നമുക്കിങ്ങനെ ഒരു യാത്ര ചെയ്യാനുള്ള ഒരു ആഗ്രഹത്തിനൊക്കെ വേണമെങ്കിൽ ഈ ഒരു ട്രെയിനിൽ എപ്പോഴെങ്കിലും വരുമ്പം ഒന്ന് യാത്ര ചെയ്യാം. ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂരിലോട്ട് ചെറിയൊരു യാത്രയല്ലേ, ഒരു ഉച്ചവരെയുള്ള സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ യാത്ര ചെയ്തിട്ട് പോവാം. C4 ആണ്. ഇതിൽ ഡബിൾ ഡെക്കർ മാത്രമല്ല, നോർമൽ സിറ്റിംഗ് കൂടെ വരുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം, അത് ഫ്രണ്ടിലുണ്ട്, അതുകൂടെ നമുക്കൊന്ന് കാണാം. ഇതിൻ്റെ അകത്ത് ആ ഒരു AC ടൈപ്പ് കോച്ച് മാത്രമല്ല, നോർമൽ ചെയർ കാർ കൂടെ വരുന്നുണ്ട്. അതാണ്, ഇതും 3x2 ആണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് വരുന്നത്. അതുപോലെ നോൺ AC വരുന്നുണ്ട്. നമ്മുടെ ജനശതാബ്ദിയിലൊക്കെ ഉള്ള പോലെ തന്നെ അതേ ടൈപ്പ് നോൺ AC കൂടെ ഇതിൽ വരുന്നുണ്ട്. അതാണിത്, 3x3 സെറ്റപ്പിൽ വരുന്നതാണിത്. നമ്മുടെ ജനശതാബ്ദീൻ്റെ അതേ ഇൻറ്റീരിയർ. പക്ഷെ ഇതിൽ കുറേ ദൂരമൊക്കെ ഇരുന്ന് യാത്ര ചെയ്യുക എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടായിരിക്കും. കാരണം അങ്ങനത്തെ ഒരു ഇതാണ്. നമ്മുടെ KSRTC ബസ്സിൻ്റെ ഒരു ടൈപ്പില്ലേ, അതുപോലെയാണിത് ഇവരാക്കി വെച്ചിട്ടുള്ളത്. ഇതിലെങ്ങനെയായ കുറേ ദൂരമൊന്നും ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റിയൊരു ടൈപ്പല്ല ഇതിൻ്റെ സീറ്റ് എന്ന് പറയുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയതുകൊണ്ട് ഭക്ഷണം കഴിക്കാനൊക്കെ നല്ല പണിയായിരിക്കും. പിന്നെ വെള്ളം വെക്കാൻ വേണ്ടി അടിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയും കൂടെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഈ 3 ടൈപ്പിലാണ് ഈ ഒരു ട്രെയിനിൻ്റെ കോച്ചുകൾ വരുന്നത്. ഇനി നമുക്ക് പോയിട്ട് നമ്മുടെ ലോക്കോമോട്ടീവ് ഏതാണെന്നും കൂടെ ഒന്ന് നോക്കാം. അവിടെയായിട്ട് കണ്ട ഒരു ബോർഡുണ്ട്, ആ പേര് നോക്കുക നിങ്ങൾ, എന്ത് വലുപ്പമാണെന്ന്. ആ ബോർഡ് തികയുന്നില്ല എഴുതിയിട്ട്. അപ്പോൾ നമ്മുടെ ലോക്കോമോട്ടീവ് ഇവിടെ കിടക്കുന്നുണ്ട്. ഒരു വാബ് 7 ആണ്, കൃഷ്ണരാജപുരം ഷെഡിൻ്റെ ഒരു വാബ് 7. അപ്പം വലിയ ട്രെയിനല്ലേ, വലിക്കാൻ ഏറ്റവും പവർഫുൾ ലോക്കോ തന്നെ കിടന്നോട്ടെ എന്ന് വെച്ചിട്ടുണ്ടാവും. നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗൊക്കെ വെച്ചിട്ട് അധികം വൃത്തികേടൊന്നുമില്ല. കണ്ടോ, അതാ കൃഷ്ണരാജപുരം ഷെഡിൻ്റെ വാബ് 7. ഇതാണ് നമ്മുടെ ലോക്കോ വരുന്നത്. ഈ കിടക്കുന്ന ട്രെയിനില്ലേ, ഇത് നമ്മുടെ മംഗലാപുരം ചെന്നൈ സെൻട്രൽ മെയിലാണ്. ഇവിടെ കൂടെ കുറേ ഭാഷയിൽ. ഈ ഒരു ട്രെയിൻ ഇപ്പം ജനറൽ കോച്ച് വരുന്നില്ല, മൊത്തം 7 ഡബിൾ ഡെക്കർ കോച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നമ്മുടെ AC ചെയർക്കാർ കോച്ചും 7 നോർമൽ സിറ്റിങ്, സെക്കൻഡ് സിറ്റിങ്ങും വരുന്നുണ്ട്, നോൺ AC സിറ്റിങ്ങും വരുന്നുണ്ട്. അത്രയാണ് മൊത്തം കോച്ചുകൾ വരുന്നത്. ജനറൽ ഇല്ല. അപ്പോൾ ഇത് മൊത്തം റിസർവ്ഡ് ട്രെയിനാണ്. നമുക്ക് വീണ്ടും നമ്മുടെ കോച്ച് നിൽക്കുന്ന അങ്ങോട്ടേക്ക് പോവാം. ഇതിൻ്റെ അകത്ത് നമ്മൾ 2 ഇതും കണ്ടില്ലേ, പക്ഷേ അവിടുന്ന് പുറത്തോട്ടുള്ള വ്യൂ അതിപ്പം നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ രസമായിട്ട് മനസ്സിലാവും. അതുകൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വീണ്ടും ബാക്ക് സൈഡിലോട്ട് എത്തി. എൻ്റെ കോച്ച് വരുന്നത് C1 അല്ല, ഞാൻ C1 ആണെന്നാണ് വിചാരിച്ചത്. C2 ആണ്. C2ൽ 100 സീറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് C2ൻ്റെ അങ്ങോട്ടേക്ക് പോയിട്ട്
അവിടെ സീറ്റ് എവിടെയാണ് വരുന്നതെന്ന് അറിയില്ല. വിൻഡോ സീറ്റാണ്, ഫ്രണ്ടിലോട്ട് കിട്ടിയാൽ മതിയായിരുന്നു. ഞാൻ എപ്പോൾ ബുക്ക് ചെയ്താലും ബാക്കിലോട്ടാണ് കിട്ടുക, കാരണം ഒരു വ്യൂ രസം ഉണ്ടാവില്ല. പോയി നോക്കാം എന്തായാലും. ഇതിൻ്റെ അകത്തെ ലേ ഔട്ടാണിത്, അപ്പറും ലോവറും, പിന്നെ 2 സൈഡിലും സീറ്റുകൾ. ഇങ്ങനെയാണ് ഇതിൻ്റെ ലേ ഔട്ട് വരുന്നത്. ഇതിപ്പോൾ അതിൻ്റെ മേലെയും താഴെയല്ല, കറക്റ്റ് മിഡിൽ വരുന്ന നമ്മുടെ നോർമൽ ട്രെയിൻ പോലെ വരുന്ന സീറ്റാണ്. ഇവിടുന്ന് ഇപ്പോൾ നോക്കുന്ന സമയത്ത് കണ്ടോ, കറക്റ്റ് നോർമൽ ട്രെയിനിനുള്ള വ്യൂ അല്ലേ. ഞാൻ നിങ്ങൾക്ക് താഴെ പോയിട്ട് കാണിച്ചു തരാം. ഇനി ഇവിടെ താഴെ നിന്നുള്ളൊരു വ്യൂ ഉണ്ടോ, നമ്മളും പ്ലാറ്റ്ഫോം ഒരേ ലെവലിലാണ്. ആൾക്കാർക്ക് നടന്നു പോകുന്ന നോക്ക്, ഇത്ര താഴെയാണ് ഉണ്ടോ, പ്ലാറ്റ്ഫോമിനോട് ചേർന്ന്. മുകളിലാണ് കൂടുതൽ ആൾക്കാരുള്ളത്, താഴെ തിരക്ക് കുറവാണ്. എന്ത് താഴെയാണെന്ന് നോക്ക്, ശരിക്കും ഇങ്ങനെ കാല് മാത്രമേ കാണുള്ളൂ, ഇങ്ങനെ മുകളിലോട്ട് നോക്കണം. അതേപോലെ മുകളിൽ നിന്നുള്ളൊരു വ്യൂവും കൂടെ ഞാൻ കാണിച്ചു തരാം. മുകളിൽ നല്ല തിരക്കാണ്. മേലെ ആകുമ്പം പ്ലാറ്റ്ഫോം നേരെ താഴോട്ടായി, നമ്മൾ ഉയരത്തിലായി. നേരത്തെ നമ്മൾ കണ്ടതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. പിന്നെ 3 ടൈപ്പിൽ എൻ്റെ സീറ്റിംഗ് വരുന്നുണ്ട്. മുകളിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്, താഴെ പക്ഷേ ആൾ കുറവാണ്. അപ്പോൾ ഇത് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു സീറ്റിംഗ് സെറ്റപ്പൊക്കെ വരുന്നത്. ഇപ്പം 7 മണിയായി, 7:25 ആകുമ്പം ഈ ട്രെയിൻ ഇവിടെ നിന്ന് എടുക്കും. നമ്മൾ ഉച്ചയാവുന്ന സമയത്തേക്ക് അവിടെ KSR ബംഗളൂരു എത്തും. അങ്ങനെയാണ്. നല്ല തണുപ്പിച്ചിട്ടിട്ടുണ്ട്. കുറച്ച് പഴയതാണ് കോച്ചുകളൊക്കെ, കാരണം ഇത് പുതിയത് വരുന്നില്ല. ഇതിനി ഇതോടുകൂടി നിർത്താനായിരിക്കും സാധ്യത. എവിടെയും പുതിയ കോച്ചുകളൊന്നും വന്നായിട്ട് കണ്ടിട്ടില്ല, പുതിയ റൂട്ടും തുടങ്ങിയിട്ടില്ലല്ലോ. അപ്പം ഇത് പ്രാക്ടിക്കലായിട്ട് ഇനി കൊണ്ടുപോകണ്ടെന്ന് റെയിൽവേ വിചാരിച്ചതായിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ളൊരു ഇതിൽ നമുക്കൊരു രസം, ഈ ടൈപ്പിലൊരു ഡബിൾ ഡെക്കറിൽ യാത്ര ചെയ്യാനുള്ള ഒരു ആഗ്രഹം അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രെയിനിൽ വന്നിട്ട് ഒരിക്കൽ ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂരിലോട്ടോ ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈയിലോട്ടോ വരാം. ഒരു രസമല്ലേ? അപ്പോൾ ആ ഒരു രസത്തിൻ്റെ പുറത്താണ് നമ്മൾ വന്ദേ ഭാരതിൻ്റെ ഫ്രണ്ട് പോയിട്ടുണ്ട്. അതിന് പോയാൽ കുറച്ചുകൂടി നമ്മൾ നേരത്തെ എത്തും. പക്ഷേ ഇതിൽ പോകുമ്പോൾ ഒരു രസമല്ലേ, ആ ഒരു സംഭവമാണ് ഇത് ബുക്ക് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് ടൈം ഒരു യാത്രയാണ്, നല്ലൊരു എക്സ്പീരിയൻസ്. താഴെ പോയി നോക്കുമ്പോൾ വേറെ രസം, മുകളിൽ വരുമ്പോൾ വേറെ രസം, പുറത്തുനിന്ന് നോക്കുമ്പോൾ വേറെ രസം. ഇനിയിപ്പോൾ അവിടെ വരെയുള്ള യാത്ര. ഇതിൽ ഫുഡ് സർവ് ചെയ്യുന്നുണ്ടോ അറിയില്ല. ഞാൻ ബുക്ക് ചെയ്ത സമയത്ത് ഫുഡ് ഉണ്ടായിരുന്നു, ഓർമ്മയില്ല കേട്ടോ. ഉണ്ടെന്നാണ് തോന്നുന്നത്, എനിക്ക് അത്ര ഉറപ്പില്ല. ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ കാണാം, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫുഡ് വാങ്ങിക്കണം. അപ്പം അങ്ങനെയൊക്കെയാണ് വരുന്നത്. നല്ല സ്പേസ് ഒക്കെ ഉണ്ടിരിക്കുക, ഞാൻ കാണിച്ചു തരാം. ബോട്ടിൽ ഹോൾഡറൊക്കെ ഉണ്ടോ, പഴയ ടൈപ്പ്. അതുപോലെ തന്നെ ഇത് താഴ്ത്തിയാൽ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അതിലത്ത് താഴ്ത്തിയിടാം. എല്ലാ സീറ്റിലും പ്ലഗും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഗ്ലാസ് ഒന്നും ക്ലിയർ അല്ല, എല്ലാം തൊട്ടിയ, ഒരു ക്ലിയറും ഇല്ല. ഇങ്ങനെ ഉണ്ടോ, പിന്നെ നല്ല ലെഗ് സ്പേസ് ഉണ്ട്, അത്യാവശ്യം നല്ല ലെഗ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. പിന്നെ ഇത് പുഷ് ബാക്ക് ചെയ്യാൻ പറ്റും, പുഷ് ബാക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട് കണ്ടോ. പുഷ് ബാക്ക് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ട്രെയിന് പഴയ ടൈപ്പ് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക് ഡോറും കാര്യങ്ങളൊന്നും അല്ല വരുന്നത്, നമ്മുടെ നോർമൽ ഡോറും അതൊക്കെയാണ് വരുന്നത്. ഇനിയിപ്പോൾ ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമ്മൾ ട്രെയിന് ഇവിടുന്ന് എടുക്കും. നമുക്ക് ഇതിൻ്റെ ബാത്റൂം കൂടെ ഒന്ന് നോക്കിയാലോ എങ്ങനെയുണ്ട് എന്ന് നമുക്കറിയണമല്ലോ. ഇതൊരു ഇന്ത്യൻ ടൈപ്പാണ്, ക്ലീൻ ആക്കിയൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വൃത്തികേടൊന്നുമില്ല. ആ ഒരു പഴയ ഒരു ടോയ്ലറ്റ് ആയതിൻ്റെ ഒരു പ്രശ്നം മാത്രം ഉണ്ട്, കുറച്ച് തുരുമ്പൊക്കെ വന്നിട്ടുണ്ട് എന്നല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അതായത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, വൃത്തികേടൊന്നുമില്ല. ഇനിയിപ്പോൾ അങ്ങോട്ട് എത്തുമ്പോൾ എന്താണെന്നറിയില്ല. പൈപ്പിൽ വെള്ളം ഉണ്ടോ നോക്കട്ടെ, വെള്ളമൊക്കെ ഉണ്ട്. ഇവിടെ ഒരു കപ്പ്, ഇത് സോപ്പ് വെക്കാൻ, ഇതൊക്കെ പണ്ടത്തെ പൈപ്പാണ്, നമ്മുടെ ഹാൻഡ് വാഷിനുള്ളത്. നീല കളറാണ് കേട്ടോ ഇതിൻ്റെ ഇൻറ്റീരിയർ മൊത്തം. ഇപ്പോൾ വെള്ളമുണ്ട് ഉണ്ട്. ട്രെയിനും സീറ്റും ഓൾമോസ്റ്റ് ഫുള്ളാണ്. എല്ലാ സീറ്റും ഇപ്പോൾ ആൾക്കാർ വന്നു. 1-2 സീറ്റ് മാത്രമേ ആൾ വരാനുള്ളൂ. ബാക്കി കോച്ചിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു കൂടുതലും ഇവിടുന്ന് കയറുന്നവർക്ക് കൊടുത്തത് ഈ കോച്ചായിരിക്കും. അങ്ങനെ ഉണ്ടല്ലോ, ഓരോ സ്റ്റേഷന് വേണ്ടിയിട്ട് ഓരോന്ന് മാറ്റി വെക്കും. അപ്പോൾ കൂടുതലും സീറ്റും ആയിരിക്കാണ്, കാരണം സീറ്റ് ഫുള്ളാണ്. ഭാഗ്യത്തിന് ബാക്കോട്ടല്ല, ഫ്രണ്ടിലോട്ട് പോകുന്ന സൈഡ് തന്നെയാണ് കിട്ടിയത്. പക്ഷേ
വിൻഡോ ഒട്ടും ക്ലിയർ അല്ല, പഴയതായതുകൊണ്ട് മൊത്തം പൊടി പിടിച്ചൊക്കെ കിടക്കുകയാണ്. പുറത്തോട്ട് വ്യൂ ഒന്നും കിട്ടാൻ വഴിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും സംഭവങ്ങൾ കണ്ടല്ലോ, ഇങ്ങോട്ട് പോകുന്നേരം എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ തൊട്ടപ്പുറത്തെ 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഒരു ട്രെയിൻ വരുന്നുണ്ട്. ഏതാന്ന് നമുക്ക് നോക്കാം. ഇത് ലക്നൗ ജംഗ്ഷൻ, ചെന്നൈ സെൻട്രൽ, ശ്രീമാതാ വൈഷ്ണോ ദേവി. ഇപ്പോൾ റൈഡ് ഷെയറിംഗ് ഉണ്ട്, അതായത് ലക്നൗ ചെന്നൈ വണ്ടിയായിട്ട് ഓടുന്നുണ്ട്. ശ്രീമാതാ വൈഷ്ണോ ദേവി ഖത്ര കാശ്മീരിലോട്ട്, അവിടുന്ന് ചെന്നൈയിലോട്ട് ഓടുന്നുണ്ട്. അങ്ങനെ 2 ഇതിൽ ഓടുന്ന ട്രെയിനാട്ടോ ഇത്. ഒക്കെ പുതിയ കോച്ചുകളാ, പഴക്കമൊന്നുമില്ല. കണ്ടോ, 2022 മെയ്ഡ്. ഞാൻ അവിടെ നിന്നൊരു ചായ വാങ്ങിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് എന്താ നമുക്ക് പിന്നെ നോക്കാം. ഒരു ചായ കുടിക്കട്ടെ രാവിലെ തന്നെ. ഇവിടെ ഇവർ മധുരം വാരിയിടും, മധുരം കൂടുതലാണ്. ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞിട്ടുണ്ട് മധുരം കുറച്ച് മതി, എന്നിട്ടും മധുരം വാരിയിട്ടിട്ടുണ്ട്. ഞാൻ അധികം സ്ട്രോങ് ആക്കിയിട്ടില്ല ചായ, രാവിലെ തന്നെ അധികം സ്ട്രോങ് വേണ്ടാന്ന് വെച്ച്. അങ്ങനെ ആ ട്രെയിൻ ഇവിടുന്ന് എടുത്തു കേട്ടോ. കറക്റ്റ് ടൈം 7:25, 7:25. ഒരു സെക്കൻഡ് പോലും ലേറ്റ് ഇല്ലാണ്ടാണ് ട്രെയിൻ ഇവിടുന്ന് എടുത്തത്. അവിടെയൊക്കെ തിരക്ക് നോക്ക്. അത് ജനറൽ കയറാൻ വേണ്ടിയിട്ട്, അതായത് നോർത്തിലോട്ട് പോകുന്ന ഏതോ ഒരു ട്രെയിൻ വരുന്നുണ്ട്, അതിൻ്റെ ജനറൽ കയറാൻ വേണ്ടിയിട്ട് കുറേ RPFകാരൊക്കെ വെച്ചിട്ട് അവരെ ലൈൻ നിർത്തിച്ചതാ. എൻ്റെ അമ്മേ, ഇത് നോക്ക്, അവിടെ തുടങ്ങിയ ലൈനാണ് നിങ്ങൾ ഈ കാണുന്നത്. എവിടം വരെ ലൈന് നോക്കി. ഇവരൊക്കെ എങ്ങനെയാ ഒരു ട്രെയിനിൽ കയറി പോവാ? എൻ്റെ അമ്മേ, ഇതാ ഇവിടം വരെ ലൈനാ. അതിൻ്റെ പുറകിലൊക്കെ സ്ലീപ്പറിലൊക്കെ അവന്മാർ കുത്തി കയറുന്നത്. ഒരു കാരണവശാൽ ഈ നോർത്ത് ഈസ്റ്റ് അതുപോലെ ബീഹാർ അങ്ങോട്ടൊന്നും പോകുന്ന ട്രെയിനിൽ സ്ലീപ്പർ എടുത്തേക്കരുത്, ഒരു രക്ഷയും കിട്ടില്ല. ഇനിയിപ്പോൾ നമ്മളെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് തിരുവള്ളൂരാണ്. തിരുവള്ളൂർ നമ്മളൊരു 7:55 ആകുമ്പോൾ എത്തും. മറ്റേ വന്ദേ ഭാരത് പോരൊന്നല്ല, ഇനി സ്റ്റോപ്പുകളൊക്കെ ഉണ്ട്, അതുപോലെ അതിനേക്കാളും സമയം എടുക്കുന്നുണ്ട്. അത്ര ഫാസ്റ്റായിട്ട് പോകുന്ന ഒരു ട്രെയിനൊന്നും അല്ല ഇത്. അങ്ങനെ നമ്മളിതാ പുരച്ചി തലൈവർ ഡോക്ടർ MG രാമചന്ദ്രൻ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനോട് വിട പറഞ്ഞ് KSR ബംഗളൂരിലേക്ക്. അതും വലിയ പേരാണ് കേട്ടോ, ക്രാന്തിവീര സംഗൊള്ളി റായണ്ണ ബംഗളൂരു റെയിൽവേ സ്റ്റേഷൻ. അവിടെ ഒരു വ്യാപ്സവം കിടക്കുന്നുണ്ട്. ഇതൊക്കെ RPFകാർ തോക്കും കൊണ്ടൊക്കെ വന്നിട്ടാണ് ഇവരെ കൺട്രോൾ ചെയ്യുന്നത്. അതിൻ്റെ അകത്തേക്കൊന്നും കയറാൻ പറ്റാത്ത തിരക്കാ. എനിക്ക് മുകളിൽ കയറി ഇന്ന് പോകേണ്ടി വരും തോന്നുന്നു. എമ്മ തിരക്ക്. അതേതാ ട്രെയിന്? ഹൗറ. അതാണ് ചെന്നൈ ഹൗറ ട്രെയിനാ അത്. ഒരു വേഗ് 7 ഗുഡ്സിൻ്റെ ലോക്കോമോട്ടീവ്. അവിടെ ചെന്നൈ സ്റ്റേഡിയം കാണുന്നുണ്ടോ നിങ്ങൾ? അതാ കാണുന്ന ചെന്നൈ സ്റ്റേഡിയം. നമുക്ക് ഇത്തവണ എവിടെയെങ്കിലും പോയിട്ട് IPL ഒന്ന് കണ്ടാലോ? എന്താ അഭിപ്രായം? ഏതെങ്കിലും ഒരു സ്റ്റേഡിയത്തിൽ പോയിട്ട്. നമ്മുടെ ട്രെയിൻ ഇതാ പാമ്പ് പോലെ പോകുന്നു, കാണുന്നുണ്ടോ? കണ്ടോ, അത് നമ്മുടെ ട്രെയിൻ തന്നെയാ. അതിൻ്റെ ഫ്രണ്ടിലുള്ള സെക്കൻഡ് സിറ്റിങ്. അപ്പുറത്തായിട്ട് സബർബൻ പോകുന്ന ട്രാക്ക് കാണാം. ഇവിടെ വന്നാൽ എങ്ങനെ കാണുള്ളൂ, പാരൽ റണ്ണൊക്കെ കാണാൻ പറ്റും. സബർബൻ ഉള്ളതുകൊണ്ട് ട്രെയിൻ ഇതാ വളഞ്ഞ് പൊളഞ്ഞ് പോകുന്നുണ്ട്. എന്തോ ഒരു മരം ഉണ്ടായിരുന്നു അതിൻ്റെ അടിയിൽ, അതിനെ വള്ളിയെല്ലാം കൂടെ മൂടി നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. അത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ളൊരു സാധനമാണ്. തെങ്ങിനൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കാണാം, ഹൈവേൻ്റെ അടുത്തൊക്കെ തെങ്ങിനൊക്കെ നശിപ്പിച്ച് കളയും. അത് ഈ കളറേ മങ്ങി കിടക്കുന്നതുകൊണ്ട് ഒരു രസമില്ല കാണാൻ. അവിടെ 2 പഴയ നമ്മളെ WDS കിടക്കുന്നുണ്ട് ഷണ്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള. ഈ ഒരു കോച്ചും അങ്ങോട്ട് ഷണ്ട് ചെയ്ത് കൊണ്ടുവന്നത് അങ്ങനത്തെ ലോക്കോമോട്ടീവ് വെച്ചിട്ടാണ്. പണ്ട് ലോങ് റൂട്ടൊക്കെ ഓടിയിരുന്ന നമ്മുടെ ട്രാക്കിലെ രാജാക്കന്മാർ അതൊക്കെ. ഇപ്പം വെറും ഷണ്ടിങ്ങിന് വേണ്ടി മാത്രം. വയസ്സായ അങ്ങനെയാണല്ലേ, അതിപ്പോൾ ട്രെയിനിൻ്റെ കാര്യത്തിലായാലും മനുഷ്യൻ്റെ കാര്യത്തിലായാലും. പഴയ പ്രതാപവും പേറിയിട്ട് 2 വയസ്സന്മാർ. ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കട്ടെ. കണ്ടോ, പണ്ടത്തെ പടക്കുതിരകളാ. ഏതോ ഒരു ട്രെയിനെ ഷണ്ട് ചെയ്ത് കൊണ്ടുപോവുക ഗയയിലോട്ട്. ചെന്നൈ സെൻട്രലിൽ നിന്ന് ഗയയിലോട്ട് പോകുന്ന ട്രെയിന് അവിടെ എവിടെയോ ഷെഡിൽ കൊണ്ടിട്ടതാ. അവിടുന്ന് അതിനെ ഷണ്ട് ചെയ്തിട്ട് അവിടെ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോവുക. നമ്മുടെ ട്രെയിൻ ഇതാ വളഞ്ഞ് പോകുന്ന. ഫ്രണ്ടിൽ WAP7 ലോക്കോമോട്ടീവ് അതാ. അതിൻ്റെ പുറകിൽ നോൺ AC സിറ്റിങ്. അതിൻ്റെ തൊട്ട് പുറകിൽ ഒറ്റ കോച്ച് AC.
അതിൻ്റെ പുറകിൽ നമ്മളെ ഡബിൾ ഡെക്കർ. ബോഗൺ വില്ല പൂത്ത് നിൽക്കുന്നുണ്ടോ? ഇപ്പാണ് അതിൻ്റെ സമയം തോന്നുന്നു. നല്ല ഭംഗിയുണ്ട്. ഇവിടെ കുറേ പൂക്കളുണ്ട്. ഈ ഷെഡിൽ നിന്നാണ് അങ്ങോട്ട് കൊണ്ടുപോയത്. ഇവിടെ കുറേ ട്രെയിനുകൾ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനുകൾ, അതുപോലെ ലോക്കോമോട്ടീവുകൾ ഇഷ്ടംപോലെ ഉണ്ട്. നമ്മളിത് അവിടെയുള്ള ഒരു ലോക്കൽ സ്റ്റേഷനാണ് ഇത്. നമ്മളിവിടെ സ്റ്റോപ്പൊന്നുമില്ല. ബാസിൻ ബ്രിഡ്ജ് ജംഗ്ഷൻ. അപ്പുറത്തൂടെ വേറെ ട്രെയിൻ വരുന്നുണ്ട്. ഇത് ലോക്കൽ സ്റ്റേഷനാണ്. സബർബൻ ട്രെയിനുകൾ മാത്രമേ നിർത്തുള്ളൂ. ഇതേതാ ട്രെയിന്? ഇത് വിശാഖപട്ടണത്തിൽ നിന്ന് ചെന്നൈയിലോട്ട് വരുന്ന ട്രെയിനാണ്. വിശാഖപട്ടണം ചെന്നൈ എക്സ്പ്രസ്. നമ്മളും ഈ ഒരു സ്റ്റേഷനെ സ്കിപ്പ് ചെയ്യുന്നു, അവരും സ്കിപ്പ് ചെയ്യുന്നു. അതായത് വിശാഖപട്ടണത്തോട്ട് ആ ഭാഗത്തോട്ട് അങ്ങ് പോകും. ഇത് രണ്ടും രണ്ട് ട്രാക്ക്. അതാണിത് ജംഗ്ഷൻ. അതായത് ആന്ധ്ര തെലങ്കാന ഭാഗത്തോട്ടുള്ള ട്രാക്കാണ് ആ പോകുന്നത്. ബാംഗ്ലൂർ അതുപോലെ തന്നെ മംഗലാപുരം ഈ ഭാഗത്തോട്ട്, അതായത് മൈസൂർ ഭാഗത്തോട്ടൊക്കെ നേരെ ഇങ്ങോട്ടേക്കും പോകും. നമുക്കിനിപ്പോൾ എന്തായാലും നമ്മുടെ സീറ്റിലോട്ട് പോവാം. കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് വരാം. കുറേ നേരമായി നടക്കുക നിൽക്കുകയൊക്കെ ആയിരുന്നു. നമുക്ക് കോച്ച് പോവാം. നമ്മുടെ സീറ്റ് മുകളിൽ തന്നെയാണ്. ഇവിടെ കറക്റ്റ് സെൻട്രൽ കിട്ടിയതുകൊണ്ട് ഇവിടെ ടേബിൾ ഉണ്ട്. കുറച്ചുകൂടെ സൗകര്യമാണ് ഫോൺ വെക്കാൻ. മറ്റേത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ട്രെയിനിപ്പോൾ ഓൾമോസ്റ്റ് ഫുള്ളാണ്. ഒറ്റ സീറ്റ് ഇവിടെ മാത്രമേ കാലിയുള്ളൂ. അടുത്തൊരു ലോക്കൽ സ്റ്റേഷൻ. സബർബനൊക്കെ താഴെ കൂടെ പോകണം. നമ്മളതിൻ്റെ മുകളിൽ. നമ്മളിതാ ആദ്യത്തെ സ്റ്റേഷനാണ് തിരുവള്ളൂരാണ് ഇപ്പോൾ എത്തിയത് കേട്ടോ. നല്ല വെയിൽ, നിൽക്കാൻ പറ്റത്തില്ല. പണ്ടത്തെ ടൈപ്പ്. നമ്മുടെ ട്രെയിനാകെ 1 മിനിറ്റ് അങ്ങനെ ഇവിടെ സ്റ്റോപ്പ് ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ അവിടെ നിന്ന് നമ്മുടെ അടുത്ത സ്റ്റേഷൻ വരുന്നത് ആറക്കോണാണ്. ആറക്കോണം കഴിഞ്ഞിട്ട് കാട്ട്പാടി. അപ്പോൾ നമ്മളിനി ഒരു 9 മണിയൊക്കെ ആകുമ്പം ആറക്കോണം കഴിഞ്ഞിട്ട് കാട്ട്പാടി അങ്ങനെ എന്ത് പോകുന്നു. പക്ഷേ ഒരു 12:30 12:45 ആവുന്ന സമയത്ത് നമ്മൾ ഇവിടെ KSR എത്തും. നമ്മളിത് നമ്മുടെ അടുത്ത സ്റ്റേഷൻ എത്തിയിട്ടോ. ആറക്കോണം ജംഗ്ഷൻ. ഇപ്പോൾ ഒരു സബർബൻ ട്രെയിൻ കിടക്കുന്നുണ്ട്. ഭക്ഷണം കഴിച്ചിട്ടില്ല. ഞാൻ പൊങ്കൽ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ട്രെയിൻ എടുത്തിട്ട് കഴിക്കാമെന്ന് വെച്ചു. നമ്മളിത് ഏറ്റവും ബാക്കിൽ C1 ആണ്, അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ. അപ്പുറം ഏതൊരു ട്രെയിൻ കിടക്കുന്നുണ്ട്. ഏതാന്ന് നോക്കട്ടെ. ഇത് തിരുവനന്തപുരം സെൻട്രൽ, MGR ചെന്നൈ സെൻട്രൽ, ആലപ്പുഴ. ഓ, ഇത് തിരുവനന്തപുരം ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സാണ്. ഇത് അങ്ങോട്ട് പോകാൻ തോന്നുന്നു, ചെന്നൈയിലോട്ട്. അതെ, ചെന്നൈയിലോട്ട് പോവാം. ഈ ഒരു ആരക്കോണം എന്ന് പറയുന്ന ജംഗ്ഷൻ വന്നില്ലേ, ഇവിടുന്ന് ചെന്നൈയിലേക്ക് റൂട്ടുണ്ട്. അതുപോലെ തന്നെ റേണിഗുണ്ടയിലോട്ട്, കാട്ട്പാടിയിലോട്ട്, അങ്ങനെ കുറേ റൂട്ടുകൾ വരുന്നുണ്ട്. നമ്മളിപ്പം പോകുന്ന റൂട്ട് മാത്രമല്ല, റേണിഗുണ്ട, കാട്ട്പാടി, അതുപോലെ തന്നെ ജോളാർപേട്ട, ഇത്രയും റൂട്ട് ഈ ഒരു സെക്ഷനിൽ വരുന്നുണ്ട്. നമ്മളിപ്പം കാൽപ്പാടിയിലോട്ട് പോയിട്ട് അവിടെ നിന്നാണ് ബാംഗ്ലൂർക്ക് പോകുന്നത്. അതുപോലെ തന്നെ റേണിഗുണ്ട വേറെ റൂട്ട് വരും. നമ്മളിപ്പോൾ വന്ന ചെന്നൈ റൂട്ട് വരും. അത്രയും കുറേ റൂട്ടുകൾ, ഒന്നിലധികം റൂട്ടുകൾ വരുന്നതുകൊണ്ടാണ് ഈ സ്റ്റേഷൻ ജംഗ്ഷൻ വരുന്നത്. ജംഗ്ഷൻ എപ്പോഴും അങ്ങനെ ആയിരിക്കും. നമ്മളെ ഇപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ എറണാകുളം ജംഗ്ഷൻ, അവിടുന്ന് ആലപ്പുഴ വഴിയും കോട്ടയം വഴിയും 2 ഡയറക്ഷനിലോട്ട് പോകും. ഇങ്ങനത്തെ സ്റ്റേഷനുകൾക്ക് എപ്പോഴും ഒന്നിലധികം റൂട്ടുകൾ വരും. അതാണ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഞാനിതാ പൊങ്കലും വടയാണ് കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചത്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് സാമ്പാറും കിട്ടും, അതിൻ്റെ കൂടെ വേറൊരു ചട്നിയും കിട്ടും. കുറേ കാലങ്ങൾക്ക് മുന്നെയാണ് ഞാൻ പൊങ്കൽ കഴിച്ചിട്ടുള്ളത്. അപ്പം ഒരുപാട് കാലത്തിന് ശേഷമാണ് വീണ്ടും പൊങ്കൽ കഴിക്കാൻ പോകുന്നത്. എങ്ങനെയുണ്ട് നോക്കട്ടെ. ഞാൻ ട്രെയിനിൽ ഇതുവരെ പൊങ്കൽ കഴിച്ചിട്ടുമില്ല. അപ്പം നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട്.
വട ഒരുമാതിരി നനഞ്ഞ് എല്ലാം കൂടെ ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ ഉണ്ട്. പക്ഷെ പൊങ്കൽ അടിപൊളിയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇതിൻ്റെ കൂടെ കിട്ടുന്ന ചട്നി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. വട എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, ഒട്ടും ക്രിസ്പിനെസ്സും ഇല്ല, വല്ലാത്തൊരു ടൈപ്പ് വട. പക്ഷെ പൊങ്കൽ ഈ ചട്നി അടിപൊളി. നമ്മളിത് അങ്ങനെ അടുത്ത സ്റ്റേഷനായിട്ടുള്ള കാട്ട്പാടി ജംഗ്ഷനിലോട്ട് എത്തി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജംഗ്ഷൻ വരുന്നത് ഒന്നും കൂടുതൽ ട്രാക്കുകൾ ഇവിടുന്ന് പോകുന്നതുകൊണ്ടാണ്. നമ്മളിത് അടുത്ത സ്റ്റേഷനായിട്ടുള്ള ജോളാർപേട്ട ജംഗ്ഷനിലോട്ട് എത്തി. ഈ ഭാഗങ്ങളിലൊക്കെ കുറേ ജംഗ്ഷനുകൾ വരുന്നുണ്ട്, കാരണം ഒരുപാട് സ്ഥലങ്ങളിലോട്ട് കണക്ഷൻ ഉണ്ട് ഇവിടുന്ന്. അതുകൊണ്ടാണത്. നേരത്തെ നമ്മൾ കണ്ടെടുത്ത് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടുന്ന് തിരുപ്പതി ഇങ്ങോട്ടേക്കൊക്കെ കണക്ഷൻ പോകുന്നുണ്ട്, ആന്ധ്രയിലോട്ട്, തെലങ്കാനയിലോട്ട്, അതേപോലെ നമ്മൾ പോകുന്ന കർണാടക ഭാഗത്തോട്ട്. അതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ കുറേ സ്ഥലങ്ങളിലേക്ക് കണക്ഷൻ ട്രെയിനുകളിലുണ്ട്. നമ്മൾ കേരളം പോലെ നമുക്ക് ഒറ്റ ട്രാക്ക് ഇങ്ങനെ ഒരു വര പോലെ പോവല്ലേ, അവിടുന്ന് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ. ആകെ വരുന്നത് ആലപ്പുഴ ഭാഗത്തൂടെയും കോട്ടയം ഭാഗത്തൂടെയും മാത്രം. അതുപോലെയല്ല, തമിഴ്നാട്ടിൽ ഇഷ്ടം പോലെ സ്ഥലങ്ങളിലോട്ട് കണക്ഷൻ പോകുന്നുണ്ട്. നമ്മളിത് അടുത്ത സ്റ്റേഷനായിട്ടുള്ള ബംഗാരപ്പേട്ടയിലോട്ട് എത്തി. ഈ ഒരു സ്റ്റേഷന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒരു ട്രാക്ക് പോകും. അതെങ്ങോട്ടാണെന്നല്ലേ, അതാണ് നമ്മുടെ KGF-ലോട്ട് പോകുന്ന ട്രാക്ക് ഈ ഒരു സ്റ്റേഷനാണ്. നിങ്ങൾക്ക് KGF-ലോട്ടൊക്കെ പോകണമെങ്കിൽ, ട്രെയിൻ വഴി പോകണമെങ്കിൽ ഈ സ്റ്റേഷനിൽ വന്നാൽ ഇവിടുന്ന് പാസഞ്ചർ ട്രെയിനുകൾ കിട്ടും. അവിടെ ബംഗാരപ്പെട്ട് എഴുതിയിട്ടുള്ള ആ ഒരു ബോർഡ് കണ്ടോ, അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്ന റൂട്ട്. അവിടുന്ന് ബാക്കിലോട്ട് വേറെ റൂട്ട് പോകുന്ന കാണുന്നുണ്ടോ, ആ റൂട്ടാണ് KGF-ലോട്ട് പോകുന്നത്. അങ്ങനെ 3 റൂട്ടുകളുണ്ട്. ഒന്ന് ചെന്നൈയിലോട്ട്, ഒന്ന് ബാംഗ്ലൂരിലോട്ട്, ഒന്ന് KGF-ലോട്ട്. നമുക്ക് ബാംഗ്ലൂരിൽ നിന്നൊക്കെയാണ് വരുന്നതെങ്കിൽ KGF-ലോട്ട് പോകാൻ വേണ്ടിയിട്ട് മെമു ഒക്കെ ഉണ്ട്, ഇഷ്ടംപോലെ മെമു ഉണ്ട്. അപ്പോൾ ആ മെമുവിന് കയറിയാൽ നമ്മളിവിടെ ബംഗാരപ്പേട്ട് ജംഗ്ഷൻ വന്നിട്ട് ആ ഒരു ട്രാക്ക് വഴി അങ്ങോട്ടേക്ക് പോകും. എപ്പോഴെങ്കിലും ഒരിക്കൽ അവിടുന്ന് മെമു എടുത്തിട്ട് ബാംഗ്ലൂരിൽ നിന്ന് അങ്ങോട്ടേക്കൊന്ന് പോവാം, നമ്മുടെ KGF അങ്ങോട്ടേക്ക്. അവിടെ മൈൻഡ് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല, പക്ഷേ നമുക്ക് ആ സ്റ്റേഷൻ വരെ ഒന്ന് പോവാം. അങ്ങനെ ഇതാ ഇവിടുന്നും നമ്മൾ ട്രെയിൻ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റേഷൻ വരുന്നത് കൃഷ്ണരാജപുരമാണ്. അതായത് നമ്മൾ ഏകദേശം ബാംഗ്ലൂർ എത്തിയത്. നമ്മൾ ഇവിടുന്ന് കുറച്ച് ദൂരം പോകാനുണ്ട്. 12:15 ഒക്കെ ആകുമ്പോഴേക്ക് നമ്മൾ ഇവിടെ എത്തുള്ളൂ. കുടിച്ചോ, നല്ല ചൂട്. ഞാൻ അങ്ങോട്ട് തന്നെ പോട്ടെ, സീറ്റിലോട്ട് തന്നെ പോട്ടെ. ഞാൻ ആ ഒരു KGF-ൻ്റെ കാര്യം പറയാനാണ് മെയിനായിട്ട് ഇങ്ങോട്ട് വന്നത്. പുറത്ത് നല്ല ചൂടാണ്. നമ്മളങ്ങനെ ബാംഗ്ലൂരോട്ട് കയറിയിട്ടുണ്ട്. പിന്നെ അടുത്ത സ്റ്റേഷൻ ഞാൻ പറഞ്ഞല്ലോ കൃഷ്ണരാജപുരം ആണെന്ന്. ആ ഒരു സ്റ്റേഷനിലോട്ടാണ് നമ്മളിതാ മെല്ലെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതാ ഇവിടെ കൃഷ്ണരാജപുരം സ്റ്റേഷനിലോട്ട് നമ്മളെ ട്രെയിൻ എത്തിയിട്ടുണ്ട്. കൃഷ്ണരാജപുരം കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് ബാംഗ്ലൂർ കണ്ടോൺമെൻ്റ് ആണ്. അത് കഴിഞ്ഞാൽ മജസ്റ്റിക്, അതായത് KSR ബംഗളൂരു സ്റ്റേഷൻ. ഈ കണ്ടോൺമെൻറ്റ് സ്റ്റേഷൻ കുറേ സ്ഥലങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കണ്ടോൺമെൻറ്റ് എന്നുള്ള പേരുള്ള സ്റ്റേഷനുകൾ ഉണ്ടാവും. അത് വരുന്നത് ആർമിയിൽ റിലേറ്റഡ് ആണ്. ആർമിയുടെ എന്താ പറയുക, ക്യാമ്പ് അടുത്തുണ്ടെങ്കിൽ അതിന് ആയിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ സ്റ്റേഷനുകൾക്കാണ് കണ്ടോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പം ബാംഗ്ലൂർ കണ്ടോൺമെൻറ്റ്, അതായത് KSR ബംഗളൂരു സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ടാണ് അങ്ങനെ ഒരു സ്റ്റേഷൻ കൊടുക്കുന്നത്. ആർമിയുടെ ഇതിവിടെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് പെട്ടെന്ന് വരാനും പോകാനൊക്കെ ആയിട്ടാണ് ഇങ്ങനൊരു സ്റ്റേഷൻ അവർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന സ്റ്റേഷനുകളാണ്. അതുകൊണ്ടാണ് അങ്ങനെ കണ്ടോൺമെൻറ്റ് എന്നുള്ള പേര് കൊടുത്തത്. നമ്മൾ ഇനിയിപ്പം ഒരു സ്റ്റേഷനും കൂടി ഉള്ളത് കഴിഞ്ഞാൽ നമ്മളിവിടെ ഇറങ്ങും. ഓൾമോസ്റ്റ് കുറേ പേരൊക്കെ കൃഷ്ണരാജപുരം ഇറങ്ങി. അപ്പം ബാംഗ്ലൂർ തന്നെയാണ്. ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട് ട്രാക്കിൽ മൊത്തം. അതുകൊണ്ട് ട്രെയിൻ ഇങ്ങനെ നിർത്തി, പിന്നെ മെല്ലെ പോവുക, പിന്നെയും നിർത്തി, പിന്നെയും മെല്ലെ പോവുക, അങ്ങനെയാണ് പോകുന്നത്. ഉണ്ടോ, കുറേ പേരൊക്കെ ഇറങ്ങി. ഇപ്പോൾ കുറച്ച് പേരൂടെ ഉണ്ട്. നമുക്ക് താഴെ എന്താ അവസ്ഥ ഒന്ന് പോയി നോക്കാം. താഴെ നിന്നുള്ളൊരു വ്യൂ ഉണ്ടോ? നമ്മൾ ട്രാക്കിൻ്റെ ഇത്ര അടുത്തായിട്ടാണ് ഇരിക്കുന്നത്.
ഓക്കെ പഴയപ്പോൾ തിരക്കൊന്നുമില്ല, കുറേ പേര് ഇറങ്ങിയപ്പോൾ. ഇനി കണ്ടോൺമെൻറ്റ് ഇറങ്ങേണ്ടവരൊക്കെ ഇതാ അവിടെ വാതിലെടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് സ്റ്റേഷൻ ഇറങ്ങേണ്ടവരേ ഉള്ളൂ. ട്രെയിൻ ഇതാ നല്ലൊരു കർവ് എടുത്തിട്ട് പോവാ. നമുക്കിനി മേലോട്ട് തന്നെ പോവാം. അവിടെ കണ്ടോ എക്സലേറ്ററിൻ്റെ പണി നടക്കുന്ന? ഇവിടെ മാത്രമല്ല, എല്ലാ പ്ലാറ്റ്ഫോമിലോട്ടും ഇതിലെ ഫ്ലൈ ഓവർ വരുന്നുണ്ട്. അപ്പോൾ ഇതാ അതിൻ്റെ പണി നടക്കുന്നുണ്ട് അവിടെ. നമ്മളിതാ KSR ബംഗളൂരുവിലോട്ട് കയറാൻ പോവാം. ഇവിടെ 2 വേബ്സവം കിടക്കുന്നുണ്ടോ? കൃഷ്ണരാജപുര ഷെഡിൻ്റെ രണ്ടും. ക്രാന്തിവീര സംഗൊള്ളി റായണ്ണ ബംഗളൂരു. നമ്മുടെ MGR ചെന്നൈ പോലെ തന്നെ വലിയ പേരാ. എത്ര വേബ്സവനാ ഫുള്ള് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടിട്ടുണ്ട്. അത് ഒരു ഇൻസ്പെക്ഷൻ കാർ കേട്ടോ. അതായത് നമ്മുടെ ഈ വലിയ വലിയ ഓഫീസേഴ്സൊക്കെ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് പോകുന്ന. ഇപ്പം KSR ബംഗളൂരു നമ്മളവിടെ ചെന്നൈയിൽ നിന്ന് ആരംഭിച്ചൊരു യാത്ര അവിടെ KSR ബംഗളൂരു സ്റ്റേഷനിലെത്തി. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഡബിൾ ഡെക്കർ ട്രെയിൻ നേരിട്ട് കാണുന്നതും ആദ്യമായിട്ടാണ്, അതിൽ യാത്ര ചെയ്യുന്നതും ആദ്യമായിട്ടാണ്. നമ്മൾ ഉള്ളിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിലാവില്ല, സാധാ ഒരു ചെയർക്കാറാണെന്ന് തോന്നുള്ളൂ. നമ്മുടെ ശതാബ്ദി ട്രെയിനുകളൊക്കെ അല്ലേ, അതിൻ്റെ ഒരു ഇൻറ്റീരിയറൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ തോന്നുള്ളൂ. പക്ഷേ രസകരമായ യാത്ര. കാരണം പുറത്തോട്ടുള്ള വ്യൂ എന്ന് വെച്ചാൽ താഴെ നിന്ന് വേറൊരു വ്യൂ ആണ്, മുകളിൽ നിന്ന് വേറൊരു വ്യൂ ആണ്. അതാണ് ഇതിൻ്റെ രസം. ഒരിക്കലെങ്കിലും ഒന്ന് യാത്ര ചെയ്ത് നോക്കണം ഒരു രസത്തിന്. ഇതൊക്കെ ഇനി എത്ര കാലം ഉണ്ടാവും എന്നറിയില്ല, കാരണം ഇതൊന്നും പുതിയ കോച്ചുകളൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള യാത്രയല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻസ് ആയിട്ട് പറയുക. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടും കൂടി കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു മനോഹരമായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.